ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ട്രിപ്പ് പോവുകയാണല്ലോ. ഞാനും എൻ്റെ ഇപ്പയും ഇമ്മ അങ്ങോട്ട് വാ. പൗഡറൊക്കെ തുടച്ച് വരുന്നുണ്ട്. അതാ തെറ്റി ഒന്ന് വാ. ആ ഇടാ വാ. ഷാള് കൊണ്ടുവാ. ഷാള് എടുത്ത് വാ. അതിനൊക്കെ തത്തപ്പിടിക്കാത്തൊരു പ്രശ്നമല്ല. അപ്പൊ ഞങ്ങളെല്ലാരും ട്രിപ്പ് പോവാണല്ലോ. ഇമ്മാന്റെ കൂടെ ഞാൻ ഇപ്പൊ എടുത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഡൽഹിക്കും മുംബൈയിലും ഒക്കെ പോയിട്ടുണ്ട് ഇമ്മാന്റെ കൂടെ. ഇപ്പാന്റെ കൂടെ എന്നാലും നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് പോയപ്പോ ഓർമ്മ ഉണ്ടോ? എനിക്ക് ഓർമ്മല്ല, കൊറേ കാലം മുമ്പ് പോയതാ. പീച്ചിയോ? സ്കൂളിൽ പഠിച്ച അങ്ങോട്ട് പീച്ച് ചെയ്തോ? എനിക്കറിയില്ല. അഫ്ന വേഗം വാ. അപ്പൊ ഞങ്ങളെല്ലാരും ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാ പോണെന്ന് ഇപ്പൊ പറ. ഇപ്പൊ നമ്മളെങ്ങോട്ടാ പോണേ? ഇപ്പാന്റെ പ്രത്യേകം പറയണം. ഇപ്പാന്റെ +1 +2 പോളിടെക്നിക്കിൽ പഠിപ്പിച്ചിരുന്ന സാറുണ്ട്. 86 കാലഘട്ടത്തില് അപ്പൊ നമ്മള് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറ്, അധ്യാപകൻ കാണണമെന്നുള്ള ആഗ്രഹം വർഷങ്ങളോളം അത് നിറവേറ്റാൻ പോവാണ്. വിത്ത് ഫ്ലഷർ സ്റ്റൈലായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അപ്പൊ നോക്ക്, ഇപ്പാക്കും ടിക്കറ്റ് കൺഫേം ആയി. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൺഫേം ആയില്ല. അപ്പൊ ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെന്റ് പോയി നിന്ന് നോക്കി. അവിടെ വൻ തിരക്ക്. ടീച്ചർ തന്നെ പറഞ്ഞു വെറുതെ 2000 രൂപ ഫൈനാൻസ് എത്തി തന്നെ ഇരിക്കണോ ജനറൽ വരുന്നോട്. അപ്പോയാ ഞങ്ങളിങ്ങനെ ഇതിലിരിക്കാണ്. ഒരു എപ്പോഴും നമുക്ക് 10:15 കയറിയാൽ വർക്കലേക്ക് 4 മണി 4:15 ആകുമ്പോഴത്തേനെത്തും. അത്രയുള്ള പെട്ടെന്ന് എത്തും. എന്നിട്ട് അങ്ങോട്ട് ഞങ്ങളെ 2 ഫ്രണ്ട്സ്, ഒരു മാരീഡാണ്, രണ്ടാളും അനുഷ്മയും നിസാമൊക്കെയും കൊണ്ടുവരാൻ വരും. എന്നിട്ട് നമ്മൾ ഫുൾ ഓരോ കൂടെ ഇക്കാരം ഒക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല രസിക്കാൻ നമുക്കൊക്കെ അവിടെ കുറേ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എപ്പോൾ വേണേലും പോകാൻ എനിക്ക് ഫുൾ ഫ്രീ ആണ്. സമയം അപ്പനൊക്കെ സൈഡായി. അപ്പനൊക്കെ ഒന്ന് വെയ്യനി. കുറെ ആൾക്കാരുണ്ട്. ഇതാണ് നിസാമുക്ക, അസീഫാന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഹസ്ബൻഡാണ്. അപ്പൊ ഒരാൾ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിക്കണ. ഇവരെ കൂടെയൊക്കെ നമ്മള് ഫുൾ കറക്കാം. ഇമ്മ ഉറങ്ങിയിട്ടില്ല പോലും. ഇപ്പൊ 3 ഉറക്കം കഴിഞ്ഞു. അഫ്ന ഡിപ്രഷൻ മൂഡിലായിരുന്നു, ഉറങ്ങാൻ പറ്റാണ്ട്. അഫ്നെ TTR എടുത്ത് പുറത്താക്കുകയൊക്കെ ചെയ്തു. അനുഷ്മ, ഇതാണ് അസീഫാന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പൊ ഞങ്ങളെ വരെ വീട്ടിലെത്തി. അനുഷ്മ പാൻ ആദ്യമായിട്ട് അത്ര പാൻറ് ഇട്ട് കാണും. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞങ്ങൾ നീച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എല്ലാവരും താഴ്ത്തിരിക്കണ്ട്. അപ്പം നമുക്ക് എല്ലാവരും പോയി കാണാലോ. ഇപ്പം ഇവര് സലക്കാരന്മാർ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആയിഷ ഇരിക്കണൊക്കെ എൻ്റെ ഒരു പാവാട്ടോ. പക്ഷെ എൻ്റെ അപ്പ ഒരു ദുഷ്ടനാ അല്ലപ്പ. ഏത് വൈക്കും നേരെ എതിരല്ലപ്പ. അഫ്നയും ഒരു പാവാണ് ലഫ്ന. ഗൈസ്, അപ്പൊ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നമുക്ക് ഇതാണ് എൻ്റെ മാല. ഇത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിൽ നിന്ന് മേടിച്ചത്. 1 വർഷം മുമ്പ് രാജസ്ഥാനിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അതേക്ക് ഏതിക്കും എൻ്റെ അടുത്ത് ഇതിനെ പറ്റിയ ഔട്ട്ഫിറ്റ് ഉണ്ടായില്ല. ഇപ്പം 2 കൽപ്പിച്ച് ഇതിലേക്ക് അങ്ങോട്ട് ഇടാന്ന് കരുതി. അഫ്ന വായോ. അഫ്നെ കാണാൻ നല്ല ഭംഗി. അഫ്ന നേരെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വെക്കണോ. ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളൂ. എനിക്ക് ഞാൻ അനുഷ്മ വന്നിട്ട് നേരെ മേക്കപ്പ് ചെയ്ത് തരും. അലമാരിൻ്റെ അടുത്തുനിന്നൊരു ഫോട്ടോ ഫുൾ. അപ്പൊ ഇന്ന് നമ്മളെ മാറ്റി തരുന്നത് അനുഷ്മയാണ്. 2 അനുഷ്മാനെ അഫ്ന പിന്നെ മടിച്ചാണ്. ഓള് ഇരുന്നോടത്തുനിന്ന് മാറൂല. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ക്യാമറ ഒക്കെ ഓള് എവിടെ ഇരിക്കണം അവിടുന്ന് വരും. എന്താണെങ്കിലും അനുഷ്മനെ കൺസിഡർ ചെയ്യണത് കേരളത്തിലെ നയൻതാര, ദീപിക പദുക്കോൺ, അതേ മരിയ. മീൻസ് ശരിക്കും എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയലുണ്ട് നല്ല രസം കാണാന്. അനുഷ്മക്ക് മടിയൊക്കെ വരാന് കുറച്ച് കഴിഞ്ഞിട്ട് മടിയൊക്കെ മാറട്ടെ, എന്നിട്ട് നമുക്ക് അനുഷ്മനെ എടുക്കാം. അപ്പൊ ഞാൻ കാണിച്ചു തരട്ടെ. ഒരു സുന്ദരിയാണ്. എന്താ ഹൈപ്പിനുള്ളതുണ്ട്. അങ്ങനെ നല്ല രസം കാണാൻ. എന്റെ അപ്പാക്ക് പൊറുതായിട്ട് അടിച്ചു കൊടുത്തിട്ടോ. ആയിപ്പാ മാറ്റാ
ഇമ്മാനെ സ്കൂളിന്റെ മുന്നിൽ നിർത്തി ഫോട്ടോ എടുക്കണം. അപ്പൊ നമ്മള് വന്നിട്ടുള്ളത് മദേഴ്സ് വെജ് പ്ലാസയ്ക്കാണ്. ഇവിടെ നല്ല സീൻ സദ്യ കിട്ടുന്ന അവര് പറഞ്ഞു. താത്ത കുളിച്ചേക്ക് താത്ത പറഞ്ഞ ഓളെ പറ്റിയിട്ട് ഒരു 10 പ്രാവശ്യം പറയണത്. ആസിഫ 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 അതൊന്നും കുഴപ്പമില്ല. ഉറക്കം വന്ന് തുടച്ച് ഇവിടെ കുറെ നേരമായി കാത്തു നിൽക്കണു. പിന്നെ ഇവിടുന്ന് മുമ്പ് കഴിച്ചോണ്ട് അഫ്നെ പറയുന്നത് കുറച്ച് ഇട്ടിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന്. കുറച്ചിടുക, എന്നിട്ട് ഫസ്റ്റ് പിന്നെ കറി കൂട്ടി തിന്നാ, പിന്നത്തെ ചോറിടുക, അടുത്ത കറി കൂട്ടി തിന്നാ, ഒന്നാമത്തെ ചോറ് ഇട്ടിട്ട് ഇതാക്കിയിരുന്നു. അതൊക്കെ അഫ്നെ പറയുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് മെയിൻ ചോറിന്റെ ലോറി മറിയും മാറ്റി പ്ലേറ്റിൽ. ആയിക്കോട്ടെ, പറയണ്ട പറയണ്ട. ഇതൊക്കെ അച്ചാറാ. ഫസ്റ്റ് ഇതാ, ഇതുകൊണ്ടാണ് ഇവിടുന്ന് കുറച്ചെടുത്ത് തിന്നണം പറയണേ. ഇങ്ങനെ ഓരോ കറികൾ വരും, പല ടൈപ്പ് കറികളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് കൂട്ടി കഴിക്കണം. ഗൈസ്, പെരും ടേസ്റ്റ് പറഞ്ഞാൽ അത്രക്കും ടേസ്റ്റ്. ഇത് നോക്ക്, ഇത് വെള്ളരിക്കൻ്റെ പച്ചടി, ഇത് നെല്ലിക്കൻ്റെ പച്ചടി, ഇത് പൈനാപ്പിൾ പച്ചടി. അത് മൂന്നും എന്തൊരു രസം അറിയോ. പിന്നെ അമ്മ പറയാം, ഇമ്മയാണ് നല്ല വെജ് ഫുഡ്. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റേറിയൻ ഫുഡ്. പറ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇപ്പാൻ്റെ വ്ളോഗ് ഇപ്പാൻ്റെ ഫ്രണ്ട്സിന് വിടാൻ വേണ്ട. അതിൽ വൻ ഡയലോഗാട്ടോ. എൻ്റെ വ്ളോഗിൽ വല്ലാണ്ട് ചിലക്കൂല. ചിലക്കേ എൻ്റെ ഫോണൊക്കെ ഇട്ട് തെറിക്കുന്നൊക്കെ. അതാണ് ഇപ്പാനെ അറിയില്ല കേക്ക്. ഇപ്പോൾ അടപ്പായസം വന്നു. അടപ്പായസം നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാം, പഴത്തിൻ്റെ കൂടെ കഴിക്കാം. അത് കഴിഞ്ഞാൽ ഇനി എന്ത് പായസം വരിക? കടലപ്പായസം വരും. അത് നമ്മൾ പപ്പടത്തിൻ്റെ കൂടെ കഴിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ പാൽപ്പായസം വരും. അത് നമ്മൾ ബോളിൻ്റെ കൂടെ കഴിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെയും ഒരു ട്രിപ്പ് ചോറ് വരും. അത് മോരിൻ്റെ കൂടെ. കാരണം മോര് നമ്മളെ വയറിലുള്ള ബാക്ടീരിയ അതിനൊക്കെ കൊല്ലും. അതേമാതിരി ഡൈജഷനൊക്കെ നല്ലതാണ്. അപ്പം അതുമ്പോൾ നമ്മൾ എൻഡ് ചെയ്യാം. അപ്പം നമുക്ക് തിന്നാം. പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നോണ്ട് നമുക്ക് മടുക്കൂല. ഇതിങ്ങനെ തിന്നോണ്ടിരിക്കും. കാരണം ആ ഫ്ലേവർ ഒന്നും ഇങ്ങനെ വരുമ്പോഴത്തേന് അടുത്തത് വരും. അപ്പം നല്ല രസമുണ്ട്. ചെറിയ തൊടുത്ത് നിൽക്കാൻ കഴിയൂല, ഒച്ചക്ക് വരും. ഇതല്ലേ നമുക്ക് സദ്യ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ഇങ്ങോട്ട് മടക്കാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങോട്ട് മടക്കാന്ന്. ഇപ്പൊ അത്രയും അടിച്ച് കയറ്റിയിട്ട് അങ്ങോട്ട് മടക്കി പോയിക്കാം. അതിനാണ് അരിഷ്മ ചിരിച്ചു പോണ്. ചോറിടാൻ പറ്റില്ല. ഇപ്പൊ മാത്രമേ ചോറിടാത്തുള്ളൂ. എല്ലാരും ഇപ്പൊ ഇത്രയും വയറുണ്ടായിട്ട് ലാസ്റ്റ് ചോറ് കൊടുത്ത മോര് കറി ഇപ്പൊ എടുത്ത് കുടിച്ചു പറയാം. അത് വേറെ. ഇമ്മാക്ക് നടക്കാൻ കൂടി വെക്കല ആടി ആടിട്ട ഓട്. ഇത് ഇത്രക്കും വയറൊന്നുമല്ല. ഇതില് സെലിബെല്ലാം മെഡില് ഉപ്പളകേറ്റൊക്കെ ഇതില് മെഡില് ഉപ്പളകേട്ടൊക്കെ ഉണ്ട്. ഹായ്, ഞാൻ പുറകെ നീച്ചിട്ടുള്ളൂ. ഞാനെപ്പോൾ വണ്ടി കയറിയാലും ഉറങ്ങും. സോ ഇപ്പം ഞങ്ങളുള്ളത് കോവളം ബീച്ചിലാണ്. നല്ല ബീച്ച്, നല്ല ശാന്തി സമാധാനമുള്ള നല്ല ക്രൗഡ്. കുളിക്കാനൊക്കെ ഇറങ്ങി അങ്ങനത്തെ ബീച്ച്. കോഴിക്കോട് ബീച്ചിൽ പിന്നെ അങ്ങനെ കുളിക്കാൻ ഇറങ്ങല് ഞാൻ കാണുള്ളൂ കുറവ്. കുറച്ചും കൂടെ വേവ്സ് ഉണ്ടാകൂലേ. ഇത് വലിയ ചെറിയ വേവ്സാണ് വരുന്നത്. അപ്പോൾ സുഖമായിട്ട് കുളിക്കാം. അപ്പം ഞങ്ങൾ ഇപ്പാനിമാനെ കൂട്ടിയിട്ടൊരു സ്പീഡ് ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ്ട്. ഇപ്പാക്ക് പേടിയാണ്. ഇത്ര പോകുന്നില്ലപ്പാ. ഇല്ല, സ്പീഡ് ബോട്ടുണ്ട്. ഇനി അവിടുന്ന് പറയാൻ നിൽക്കണ്ട, വായോ. ഞം 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 ഞം. എന്ത് രസമുള്ള കടലാ കോവളം ബീച്ച്. എന്ത് രസമാണ് നോക്ക്. ഷെൽസൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം. ഇവിടെ ഇനി തെളിയുമ്പോൾ ഇവിടെ ഷെൽസ് കാണും. നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു.
ഹായ്, നല്ല രസമുണ്ട്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്. 1500, 2000, 3000 പൈസ ഒക്കെ വരും. ദൂരത്തിനനുസരിച്ചിട്ട് പൈസ കൂടണേ. പക്ഷേ 4 ആൾക്കേ കയറാൻ പറ്റും. നമ്മൾ 6 ആൾക്കാരില്ലേ. പിന്നെ ഇപ്പം കയറുന്നില്ല പറഞ്ഞു. പിന്നെ അപ്പോൾ വേണ്ട കരുതി. ഹായ് ഹായ്, എന്ത് രസമുള്ള സൈഡിലാണ് അപ്പോൾ ഞങ്ങളുള്ള അറിയാം. ഇത് മറ്റേ ഫഹദ് ഫാസിലിൻ്റെ മറ്റേ ഫിലിം ഉണ്ടായില്ലേ, മാലിക്ക, അതിലുള്ള പള്ളി. ആൻഡ് ഈ സൈഡ് ഓഫ് ബീച്ച് നോക്ക് കല്ലൊക്കെ. ഇങ്ങനത്തെ ബീച്ച് ആദ്യമായിട്ടാണ് കേരളത്തിൽ കാണണേ. ഞാൻ മൊറീഷ്യസ് പോയിക്ക് ഇങ്ങനെ കുറേ കല്ലൊക്കെ ഉള്ള ബീച്ചസ് കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നല്ല രസമുണ്ട് കണ്ടിട്ട്, നല്ല സന്തോഷം. ഹായ്, അതവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇനി അപ്പുറത്ത് വിഴിഞ്ഞം ഹാർബറാണ് അവിടെ, അതിൻ്റെ ബാക്കിലൊക്കെ. അതിൻ്റെ അപ്പുറത്ത് അവിടെയാണ് കോവളം ബീച്ച്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മളിങ്ങനെ വന്നു. കൊള്ളാം, നല്ല രസമുണ്ട്. എനിക്കിഷ്ടമായി ഈ ഭാഗം. നീന്താനൊന്നും വരാൻ പറ്റൂല, അടിച്ച് ചാവാ, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇതൊരു സീൻ സ്പോട്ടാണ്. ഇത് നോക്കിക്കാൻ വേവ്സിൻ്റെ കളേഴ്സ് നോക്കി നിൽക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല നീല കളറിൽ കാണാം, സോപ്പ് വെള്ളം മാതിരി, നല്ല രസമാണ്. ഇതൊക്കെ അവിടെ വലിയൊരു കണ്ടെയ്നർ പോവുക. ഇവിടെ വരെ ഫോട്ടോഷൂട്ട് നടക്കട്ടോ. What you looking at? നോക്കിയിരുന്നു ഇവിടെ എന്താ വെറൈറ്റി സാധനമുള്ളതെന്ന്. അപ്പം ഞാൻ നോക്കിയിട്ട് കണ്ടതാ ഈ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ നോക്ക് ബോയിൽഡ് എഗും കാരറ്റ്സും. എനിക്ക് കണ്ടിട്ട് തന്നെ തിന്നാൻ തോന്നുന്നില്ല. അധികം ട്രാവൽ ചെയ്യുമ്പോൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും കഴിക്കണ 2-3 സാധനങ്ങളുണ്ട്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഗുലാബ് ജാമുൻ ഞാൻ എല്ലായിടത്തു നിന്നും കഴിച്ച് നോക്കിയിട്ട് ജഡ്ജ് ചെയ്യും. അതേമാതിരി ലസ്സി കഴിക്കും, ജഡ്ജ് ചെയ്യും. പിന്നെ പാനിപ്പൂരി. ഇതിങ്ങനെ കഴിച്ചിട്ട് ഞാനിങ്ങനെ ഓക്കെ സ്ഥലം ഇങ്ങനെയാണ് നല്ലതുണ്ട് അങ്ങനത്തെ ഒരു ഇത് വരുത്തും ആ സ്ഥലത്തിനെ പറ്റിയിട്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും പിന്നെ അങ്ങനെ വല്ലാണ്ട് അത് കിട്ടൂല. ഞങ്ങളിപ്പോൾ ഐസ്ക്രീം തിന്നാൻ കറിക്കാണ്. ഏതാണ് പെനി ഐസ്. നല്ല ടേസ്റ്റ്. ശരിക്കും പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ്. ശരിക്കും പാഷൻ ഫ്രൂട്ട് തന്നെ. അപ്പോൾ കുറച്ചായിട്ട് കഴിക്കണ സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റ്. ഒന്നും പാടില്ല. അല്ല, കിട്ടാതെ ഡൽഹിയിൽ നിന്ന് അടിച്ച് തിന്നുണ്ട്. തെങ്ങോട്ട് ഞാനും വടക്കുതറകളുടെ ഇപ്പം അങ്ങോട്ട് വടക്കച്ചു പോയി. അതിനറിയാണ് എല്ലാം തിന്ന് കയറ്റിട്ടുണ്ട്. അടിച്ച് മടക്കിച്ച് ഞാനെങ്ങനെ പോകും. അസീഫ നോക്കട്ടെ, അസീഫാനെ കാണിക്കട്ടെ. അസീഫാനെ എന്നെ കാണിക്കട്ടെ. ഇപ്പൊ റെഡി ഔട്ട് ഒക്കെ അതൊക്കെ പറ്റും. മുടിയുടെ ആയിക്കോത്ര നീ ഇങ്ങനെ വായോ റീൽസിനെ കണ്ട് മാറ്റി ഒരുങ്ങി കേട്ടോ. പെട്ടെന്ന് പോയി മനുഷ്യ മുടിയൊക്കെ സൈഡൊക്കെ ഇട്ടൊന്നു. എനിക്ക് ഉറപ്പേന്ന് ഇവളങ്ങനെ ഗായ്സ്. 2 ആളും നിസ്കരിക്കാൻ പോയതായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത സ്പോട്ട് പഠിക്കാം. ഇത് ശരിയായ ഗോളല്ലേ നോക്ക്. അസീഫാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ അമ്മയാണ് പോണത്. ഓളെ ഹസ്ബൻഡും എൻ്റെ അനിയത്തിയാണ് പോണത്. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓരോ കൂടെ കറങ്ങാൻ വന്നിക്കാണ്. നല്ലല്ലേ നമ്മളെ താത്താൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഹസ്ബൻഡുമായിട്ട് നമ്മളെ ഫാമിലിൻ്റെ താത്ത ഇല്ല. ഓള് ജർമ്മനിയിലാണ്. എന്നിട്ട് നമ്മളിങ്ങനെ കറങ്ങാം ഒരു ഫാമിലി മാതിരി. എനിക്കിങ്ങനെ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഇങ്ങനെ കണക്ഷൻസ് വരുന്ന കാണുമ്പോൾ ഫീൽസ് ഗുഡ്. ഇപ്പൊക്കെ എന്താ തോന്നുന്നത് ഈ നിമിഷത്തിൽ? ഇപ്പൊ സാറെ കാണാൻ പോവല്ലേ? വേഗം പറ. ഒരു ആകാംക്ഷ, ഇതിലും പറയേണ്ടിയിരുന്നില്ല. ചിരകാല സ്വപ്നം. ചിരകാല സ്വപ്നം അതൊക്കെ എന്താ? ചിരകാല സ്വപ്ന പോലെ. ഇവിടെ അതേമാതിരി വിഴിഞ്ഞം ചിക്കനും ഉണ്ട് പോലും. ഭയങ്കര ഏരിയ പോലെ അൽഫാമ മാതിരി ഒക്കെ ഉള്ള. നോക്കി എന്ത് ഭംഗിയാണത്. ഇതാ സാറിന്റെ വീട്. നോക്ക് അതിനൊക്കെ കാണാൻ എന്ത് രസം. നോക്ക് സാറിന്റെ വീട് നോക്ക്. 30-40 വർഷം മുമ്പ് ഉണ്ടാക്കിയ വീടാ. എന്ത് ഭംഗിയാ നോക്ക്. ഇതിന്റെ ഉള്ളൊക്കെ നല്ല രസമുണ്ട്. സീൻ ആർക്കിടെക്ചറാ, സീൻ സ്പേസസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
ബാക്കു ഇമ്മാരൊരു പറ്റല് ഇമ്മറിയാ ഇവിടെ പോയി ഒരു ഫോട്ടോ എടുത്ത നല്ല രസമുണ്ടാവും. നമ്മളിനി ഇവിടുന്ന് ഗ്രാൻഡ് ഹയാത്ത് പോവാണ്. അപ്പം ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ട് 2 ഞാൻ ഗ്രാൻഡ് ഹയാത്തിലുള്ളത് ഞാൻ ഇടുന്നുണ്ട്. നല്ല രസമുണ്ട്. വി ആർ ഹാവിങ് എ റിയലി 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 ഗുഡ് ടൈം. അപ്പോൾ അതാ ഒരിപ്പ ഇമ്മ ഒരു വേറെ വണ്ടിയിലും കണ്ടിയിലും ഒരു വേറെ കണ്ടിയിലും ഞങ്ങൾ വേറെ വണ്ടിയിലും. അപ്പോൾ നമുക്ക് പോവാം.